കേരളത്തിലെ ലോകത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ദ മാജിക് ഹണ്ടേഴ്സിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വിൻഡോസ് 7 ലാപ്ടോപ്പ് സൂപ്പർ കൂൾ ആക്കുന്നതെന്നാണ്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഗായ്സ്, ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ഗായ്സ്, നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് എപ്പോഴത്തെയും പോലെ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ അടിക്കേണ്ടത് റെയിൻ മീറ്റർ എന്ന് അടിച്ചതിന് ശേഷം എൻ്റർ അടിക്കുക. അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ സെർച്ച് റിസൾട്ടായ റെയിൻ മീറ്റർ ഡെസ്ക്ടോപ്പ് കസ്റ്റമൈസേഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകിയിരിക്കുന്നതായിരിക്കും. rainmeter.net എന്നൊരു വെബ്സൈറ്റ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഡൗൺലോഡ് എന്ന ബട്ടനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അൺടൈറ്റിൽഡ് വിൻഡോ ഓപ്പൺ ആവും എന്ന് പറയും. പകരം താഴെ ഇങ്ങനെ ഒരു സംഭവം വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ഓപ്പൺ വെൻ ഡൗൺ കൊടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ഓപ്പൺ കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ കൊടുക്കാം. അതിനുശേഷം റൺ കൊടുക്കാം. നമുക്ക് ക്രോം ബ്രൗസർ മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു ലാംഗ്വേജ് ബാർ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. അതിനുശേഷം വെൽക്കം ടു റെയിൻ മീറ്റർ സെറ്റപ്പ് എന്ന് പറഞ്ഞു വരുന്നതായിരിക്കും. ഇതിൽ സെലക്ട് ദ ടൈപ്പ് ഓഫ് ഇൻസ്റ്റോൾ, സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷൻ, പോർട്ടബിൾ ഇൻസ്റ്റലേഷൻ. എനിക്കിഷ്ടം സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷനാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ഇത് എവിടെയാണ് ഡൗൺലോഡ് ആവേണ്ടത് എന്നാണ്. ഞാൻ എൻ്റെ ഫോൾഡറിൽ ഡൗൺലോഡ്സിൽ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് അൺഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇൻസ്റ്റോൾ കൊടുക്കുക എന്നതാണ്. ഇൻസ്റ്റോൾ കൊടുക്കുമ്പോൾ ഡു യു വാണ്ട് ടു അലോ ദ ഫോളോയിങ് പ്രോഗ്രാം ടു ചേഞ്ച് ടു ദിസ് കമ്പ്യൂട്ടർ എന്ന് വരും. യെസ് കൊടുക്കുക. അപ്പോൾ തന്നെ ഡൗൺലോഡ് ആയിരിക്കുന്നതായിരിക്കും. ദെൻ ക്ലിക്ക് ഓൺ ഫിനിഷ്. അപ്പോൾ നമ്മുടെ വിൻഡോയിൽ ഇങ്ങനെ 3 ബോക്സുകൾ അപ്പിയർ ആവുന്നതായിരിക്കും. ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിൽ നമ്മൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺലോഡ് സ്കിൻ കൊടുക്കാം. ഇതിലും അൺലോഡ് സ്കിൻ കൊടുക്കാം. ഇതിൽ വരുന്ന എല്ലാത്തിനും നമുക്ക് അൺലോഡ് സ്കിൻ കൊടുക്കാം. കാരണം ഇത് നമുക്ക് ഇതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആക്കേണ്ടത്. അൺലോഡ് സ്കിൻ കൊടുത്തതിന് ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഒരു ലിങ്ക് അടിക്കേണ്ടതാണ്. ആ ലിങ്ക് അടിക്കുമ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും, ആ ഡെസ്ക്ടോപ്പ് കൂൾ എന്നത്. അത് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആരോ മാർക്കിൽ ഓപ്പൺ കൊടുക്കുക. ഇതിന് ആദ്യം നമ്മൾ WinRAR ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. WinRAR നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഈ WinRARൽ ആയിരിക്കും ഇത് ഓപ്പൺ ആയി വരിക. അതിനുശേഷം ഡെസ്ക്ടോപ്പ് ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന ഈ ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ടു കൊടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. കാരണം ഇത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇതിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമുക്ക് എന്തിലാണോ ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ കുറേ സെറ്റിംഗ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സെറ്റിംഗ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാക്ട് ആയതിനു ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അത് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൾഡർ, അതായത് ഫയൽ എക്സ്പ്ലോറർ എടുത്തതിന് ശേഷം ഡൗൺലോഡ്സ് എടുക്കുക. ഡൗൺലോഡ്സിൽ കുറേ ഫയൽസ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കാരണം ഇത് സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതിനുശേഷം ഈ വിൻഡോ മിനിമൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ അമർത്തിയിട്ട് ഷോ ഡെസ്ക്ടോപ്പ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ഇവിടെ മിനിമൈസ് അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട്
നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഡെസ്ക്ടോപ്പ് ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് സ്കിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൂമിയറോ RM സ്കിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് റെയിൻ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇങ്ങനെ വരികയില്ല. ഇപ്പോൾ ഞാൻ റെയിൻ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്കിൻ്റെ സിമ്പിൾ ഇവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം ലാനോ വിഷ്വലൈസർ RM സ്കിൻ എന്ന ആദ്യത്തെയും ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ അതും ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അത് ഇൻസ്റ്റാൾ ആകുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. നമുക്ക് ഈ വിൻഡോസ് എക്സ്പ്ലോററിൻ്റെ വിൻഡോ മിനിമൈസ് ചെയ്തിടാം. ഇത് നമുക്ക് അൺലോഡ് സ്കിൻ കൊടുത്തതിന് ശേഷം അത് കാണാണ്ടാക്കാൻ പറ്റും. ഇതും അങ്ങനെ കാണാണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പ് ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് വാൾപേപ്പറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു പിക്ചർ വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് സെറ്റ് ആസ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ തന്നെ മാറുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിലെ മെയിൻ ഫോൾഡർ ഓപ്പൺ ചെയ്യുക എന്നതാണ്. എൻ്റെ ഇപ്പോൾ JoshulMJojo എന്ന പേരിലാണ്. എന്നിട്ട് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് ലുക്ക് ബ്യൂട്ടിഫുള്ളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ 3 കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം മൈ ഡോക്യുമെൻറ്റ്സിൽ റെയിൻ മീറ്ററിൽ സ്കിൻസ് എന്ന ഓപ്ഷനിൽ അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് യെസ് കൊടുക്കുക. ഇങ്ങനെ കുറേ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും അടിയിലായി ഡു ദിസ് ഫോർ ഓൾ കറണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ടിക്ക് കൊടുക്കുക, യെസ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലെ കോപ്പി ആൻഡ് റിപ്ലേസിൽ കൊടുക്കുക. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്ന പോലെ ഡു ദിസ് ഫോർ നെക്സ്റ്റ് 90 കോൺഫ്ലിക്ട്സിൽ ഒരു ടിക്ക് കൊടുക്കുക. പിന്നെ കോപ്പി ആൻഡ് റിപ്ലേസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് സ്കിപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ട്രൈ അഗെയിൻ കൊടുക്കുക. ഞാനിപ്പോൾ സ്കിപ്പ് കൊടുത്ത് ഇത് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ട്രൈ അഗെയിൻ കൊടുക്കുന്നതാണ്. ഇപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ മൈ ഡോക്യുമെൻറ്റ്സിൽ ഈ 6 എണ്ണവും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിൻഡോ മിനിമൈസ് ചെയ്തിടുക. അതിനുശേഷം ടാസ്ക് ബാറിൽ ഈ ആരോ ബട്ടണിൽ റെയിൻ മീറ്റർ എന്ന ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ സ്കിന്ന്, അതായത് ഈ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം നമുക്ക് അൺലോഡ് സ്കിൻ കൊടുത്ത് മാറ്റാം. അതിനുശേഷം നേരെ നമുക്ക് റിഫ്രഷ് ഓൾ കൊടുക്കുമ്പോൾ തന്നെ 3 എണ്ണമുള്ളത് 6 എണ്ണമായി മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എണ്ണത്തിൽ നമുക്ക് ലുമീറിയോ ക്ലിക്ക് ചെയ്ത് അതിൽ ഡേറ്റ് എന്ന ഓപ്ഷനത്തിൽ date.ini റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഡ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ 3 സെപ്റ്റംബർ ടുഡേയ്സ് ഫ്രൈഡേ എന്നൊരു വിൻഡോ വരും. ഇത് നമുക്ക് ഡ്രാഗബിൾ ആണ്. എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വെതർ ഫോർകാസ്റ്റിംഗ് ഓപ്ഷനാണ്. നമ്മൾ ചെയ്യുന്നത് വെതർ ഫോർകാസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. വെതർ ഫോർകാസ്റ്റിങ്ങിൽ .ini ലോഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും നമ്മുടെ കൊടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ വെതർ ഫോർകാസ്റ്റിംഗ്. ഇതിപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ആയിരിക്കില്ലേ വരിക. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് സ്കിൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചിലർക്ക് വരിക. അപ്പോൾ അതിന് റിഫ്രഷ് സ്കിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് മാറുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈം എന്നാണ്.
ടൈമിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ മേലെ ഭാഗത്ത് നമ്മുടെ ടൈം വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ സെൻറ്ററിൽ വെക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഐക്കൺ എന്താണെന്ന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ളതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് റെയിൻ മീറ്റർ ഡോക്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റെയിൻ മീറ്റർ ഡോക്കിൽ ലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിന് മേലെ ടാസ്ക് ബാറിൻ്റെ ഒരു ചെറിയ രൂപം പ്രത്യക്ഷമാകും. അത് നമുക്ക് നേരെ താഴത്തോട്ടിടാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടി ആ റെയിൻ ഡ്രോപ്പിൻ്റെ ആ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മേലെയുള്ള birds.gif എന്നതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ disco.ini എന്നതിൽ ക്ലിക്ക് ചെയ്യും. അതിൽ ലോഡ് കൊടുക്കുക. ലോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മേലെ കുറേ പക്ഷികൾ പറക്കുന്നത് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു സൈഡ് ലെഫ്റ്റ് ഡൗൺ പോലെ ഇടുന്നതായിരിക്കും. അതിനു വേണ്ടി 250 ആണ് ഇടുന്നത്. ഇത് അടിക്കേണ്ടത് നമ്മളുടെ കോഓർഡിനേറ്റ്സ് എന്ന ഇതിലായിരിക്കും, ആ ബോക്സിലാണ്. അതിൽ 2 ബോക്സ് ഉണ്ട്. 2 ബോക്സിലും 250 എന്നടിക്കുമ്പോൾ മേലെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെയായിട്ട് കറങ്ങുന്നുണ്ടാവും. അതായത് ഒരു സെൻറ്റർ ആ ഒരു സ്ഥലത്തായിട്ട്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലാനോ വിഷ്വലൈസേഷനിൽ സെറ്റിങ്സിൽ ഏറ്റവും ലാസ്റ്റായി കാണുന്ന visualization.iniയിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഇത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ VLC മീഡിയ പ്ലെയറിലോ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ താഴെ ഒരു സൗണ്ട് ഇങ്ങനെ സൗണ്ട് ബാർസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേലോട്ടും താഴോട്ടും പോകുന്നത്. അതുപോലെ അത് എങ്ങനെയൊക്കെ അപ്പിയർ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ ഒരു ഇതിൽ ഉള്ളത്, ഈ ഒരു വിൻഡോയിൽ വരുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വിഷ്വലൈസേഷനാണ്. നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുന്നതിന് സെറ്റ് ചെയ്യണമെന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് കാണിക്കാണ്ടിരിക്കുന്നത്. അതിനുശേഷം ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സോങ് ഇൻഫർമേഷനിൽ visualizer.ini എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കുറേ ഡോട്ടുകൾ അപ്പിയർ ആവും. നിങ്ങളിത് കണ്ട് പേടിക്കേണ്ട, അതൊരിക്കലും സ്ക്രീനിൻ്റെ പൊട്ടലോ സ്ക്രാച്ചോ അല്ല. കാരണം ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് ബാർസാണ് ഇത്. ഇനി ഞാൻ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ പാട്ടിപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. പ്ലേ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഈ സൗണ്ട് ബാർസ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. വോളിയം എങ്ങനെയൊക്കെ കൂടുന്നു എങ്ങനെയൊക്കെ കുറയുന്നു എന്നതാണ് ഇതിൽ. കണ്ടോ, നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ മേലോട്ടും താഴോട്ടും കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് കാണാം. ഇത് ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ഇത് ഏകദേശമല്ല, മുഴുവനായും തീർന്നിരിക്കുന്നു. ഇത് മൈ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ, ഇത് മൈ ക്ലിപ്പ് ബോർഡ്, നെക്സ്റ്റ് ഇസ് റീസൈക്കിൾ ബിൻ. ഇത് എന്താണെന്നറിയില്ല, നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇത് മ്യൂസിക് എന്ന ഓപ്ഷൻ, നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസാണ് ഇതിൽ കാണുന്നത്. പിന്നെ ക്രോം, ഫേസ്ബുക്ക്, ഇമെയിൽ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഏത് വിഡ്ജറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കളയണമെങ്കിൽ ആ വിഡ്ജറ്റിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺലോഡ് സ്കിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റെയിൻ മീറ്ററും ഡീപ്പ്, അതായത് സൂപ്പർ കൂൾ വാൾപേപ്പർ, ആ ഒരു വെബ്സൈറ്റും ഇതിട്ടിരിക്കുന്നത്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് എൻ്റെ മൗസ് ബ്ലാക്ക് ആയതെന്ന്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫയൽ മാനേജറിൽ സിൻപാറ്റിക്സ് നമ്മുടെ ഓഡിയോ എടുക്കുക, മൗസ് പോയിൻ്റർ എടുക്കുക. സിൻപാറ്റിക്സ് പോയിൻറ്റിങ് ഡിവൈസസിൽ നമുക്ക് ഇഷ്ടമുള്ള പോയിൻ്റർ സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇഷ്ടം പോലെ പോയിൻറ്റിങ് സെലക്ഷൻസ് ഉണ്ട്. ഇതെല്ലാ വിൻഡോസ് 7 ലാപ്ടോപ്പിലും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഒരു കോഡിങ്ങിൻ്റെ ഭാഗമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതുണ്ടാവും. കമ്പ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്പിലാണെങ്കിൽ ലാപ്പിൽ ഇതുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഓപ്പൺ കൊടുക്കുക.
ഞാനിപ്പോൾ എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം, അതുകൊണ്ട് ക്യാൻസൽ കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെയും കൊടുത്താൽ അത് സേവ് ആവും. ഓക്കെ ഗായ്സ്, ഇനി ഞാൻ കുറച്ച് ഡ്രാഗിങ് പരിപാടി ചെയ്തു. നിങ്ങൾക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലുക്ക്, ദിസ് അവർ ഡെസ്ക്ടോപ്പ് ഈ ആപ്പിൽ ചെയ്തിട്ടുള്ള 2 വീഡിയോകളും ഇനിയുള്ള വീഡിയോകളും ലാസ്റ്റ് ഇട്ട വീഡിയോയും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ഈ വട്ടത്തിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2 വീഡിയോ കാണാനും മറക്കരുത്. ബൈ.